ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയ എന്ന് പുകഴ്പെറ്റതാണ് ഇന്ത്യയിൽ പൊതു തെരഞ്ഞെടുപ്പുകൾ. മറ്റൊരു ദേശരാഷ്ട്രത്തിനും അവകാശപ്പെടാനാകാത്തത്ര ബൃഹത്തായ മഹാപ്രക്രിയയാണത്. പണ്ടൊക്കെ ദിവസങ്ങളെടുത്ത് ബാലറ്റ് പേപ്പർ എണ്ണി തീർത്തിരുന്ന വോട്ടെണ്ണൽ പ്രക്രിയ ഒരൊറ്റ ദിവസം കൊണ്ട് പൂർത്തിയാക്കാനായത് 2004 പൊതു തെരഞ്ഞെടുപ്പുകളിൽ EVM ഉപയോഗിച്ചു തുടങ്ങിയതിനു ശേഷമാണ്. അന്നു തൊട്ട് ഇന്നോളം EVM ഹാക്ക് ചെയ്യുന്നതായി പല കോണുകളിൽ നിന്ന് ആരോപണങ്ങൾ ഉയർന്നു. പക്ഷേ നിലനിൽക്കുന്ന തെളിവുകൾ നിരത്തി ആരോപണം സ്ഥാപിക്കാൻ ആർക്കുമായില്ല. എന്നാൽ ഇന്ന് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണം ഗൗരവതരമാണ്. ഒരുപക്ഷെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെപ്പറ്റി ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഉയർന്നവയിൽ വെച്ച് ഏറ്റവും ഘനമുള്ള ആരോപണം. രാഹുൽ ആറ്റം ബോംബെന്ന് വിശേഷിപ്പിച്ച് പുറത്തുവിട്ട വമ്പൻ വെളിപ്പെടുത്തലിനെ കുറിച്ച് തന്നെയാണ് RDX ഇന്ന് ആദ്യം ചർച്ച ചെയ്യുന്നത്. ആദ്യം RDX റാം. AICC ആസ്ഥാനത്ത് രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കർണാടക, മഹാരാഷ്ട്ര, ഹരിയാന അടക്കമുള്ള സംസ്ഥാനങ്ങളിലെയും പൊതു തെരഞ്ഞെടുപ്പിലെയും കള്ളക്കളികളെ പറ്റിയാണ് തെളിവ് സഹിതം പരാമർശിച്ചത്. രാഹുൽ പുറത്തുവിട്ട വിവരപ്രകാരം തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നത് 5 തരത്തിലാണ്. 1 ഇരട്ട വോട്ട്, 2 വ്യാജ മേൽവിലാസം ഉപയോഗിച്ച്, 3 ഒരു മേൽവിലാസത്തിൽ ഒരുപാട് വോട്ടർമാർ, 4 വ്യാജ ഫോട്ടോകൾ ഉപയോഗിച്ച്, 5 ഫോം 6 ദുരുപയോഗിച്ച്. ഈ വോട്ടർമാർ വൈകിട്ട് 5 മണിക്ക് ശേഷം വ്യാപകമായി വോട്ട് ചെയ്യാനെത്തുന്നു. ഇതിനെല്ലാം അനുവാദം നൽകുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർണായക തെളിവായ CCTV ദൃശ്യങ്ങൾ നശിപ്പിക്കുന്നതിന് വേണ്ടി നിയമം തന്നെ മാറ്റിയെന്നും രാഹുൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ കനത്ത തിരിച്ചടി നേരിട്ട BJP മാസങ്ങൾക്ക് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തി. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 40 ലക്ഷത്തോളം വ്യാജ വോട്ട് BJP ചേർത്തിട്ടുണ്ടെന്നാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം. വോട്ട് അട്ടിമറി ആരോപണത്തിൽ രേഖാമൂലം തെളിവ് സമർപ്പിക്കണമെന്ന് കർണാടക മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടു. RDX റാപ്പ് ന്യൂസ് മലയാളം. 5 മാർഗങ്ങളിലൂടെയാണ് വോട്ട് തട്ടിപ്പെന്നാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടിയത്. രാഹുലിന്റെ വാക്കുകളിലേക്ക്. So 1,250,000 stolen, election 1 in one assembly. Duplicate voter 11,965, fake and invalid addresses 40,009. Bulk voters in single address 10,452. Invalid photos 4,132. Misuse of form 6 33,692. ബംഗളൂരു സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിലെ മഹാദേവപുര നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള ക്രമക്കേടിന്റെ കണക്കാണ് രാഹുൽ ഗാന്ധി ഉദാഹരണമായി അവതരിപ്പിച്ചത്. Gurkirat Singh Dang appears once, twice, 3 times, 4 times in 4 different polling booths in the constituency. He is the same name, the same address, the same person, 4 different polling booths. And this is not just one person, this is thousands of people in one assembly. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പൂർണ്ണമായി സംശയനിഴലിലാക്കുകയാണ് രാഹുൽ ഗാന്ധി എന്ന് BJP കുറ്റപ്പെടുത്തി. കോൺഗ്രസ് ജയിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കമ്മീഷനെതിരെ ആരോപണം ഉന്നയിക്കുന്നില്ലല്ലോ എന്ന ചോദ്യം ഉയർത്തിയാണ് പ്രതിരോധം. आप तेलंगाना में जीतते हैं, आपका मुख्यमंत्री बनता है तेलंगाना में, भारतीय जनता पार्टी हार जाती है, उस समय का कोई भी प्रेस कॉन्फ्रेंस आप दिखा दीजिए कि राहुल गांधी ने कहा हो कि तेलंगाना में इलेक्शन कमीशन ने फर्जीवाड़ा किया है. आप हिमाचल में जीतते हैं तो उस समय तो नहीं कहते हैं कि इलेक्शन कमीशन ने अच्छा काम किया, उस समय आप फर्जीवाड़ा आपको नजर नहीं आता है. വോട്ടുകൊള്ള 5 തരത്തിലുണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി വിശദീകരിച്ചത്. ഇരട്ട വോട്ട്, ഇല്ലാത്ത വിലാസത്തിൽ വോട്ട്, വ്യാജ ഫോട്ടോ ഉപയോഗിച്ച് വോട്ട്, ഫോം 6 ദുരുപയോഗിച്ച് വ്യാജ വോട്ട്, ഒരേ മേൽവിലാസത്തിൽ നിരവധി വോട്ട്, ഒപ്റ്റിക്കൽ റീഡിംഗ് സാധ്യമല്ലാത്ത വിധം വോട്ടർ പട്ടിക പ്രിന്റ് ചെയ്തും തട്ടിപ്പ്. 6 മാസമെടുത്ത് വോട്ടർ പട്ടിക കമ്പ്യൂട്ടർ സഹായമില്ലാതെ പരിശോധിച്ചു. കണ്ടെത്തിയത് വ്യാപക ക്രമക്കേടിന്റെയും കള്ളവോട്ട് ചേർത്തതിന്റെയും വിവരങ്ങളാണ്. BJPക്ക് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവൃത്തി രാജ്യദ്രോഹമാണ് എന്നാണ് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നത്. ബംഗളൂരു സെൻട്രൽ ലോക്സഭാ സീറ്റിലെ മഹാദേവപുര നിയമസഭാ മണ്ഡലമാണ് ഉദാഹരണമായി പറഞ്ഞത്. മഹാദേവപുര ഒഴികെ മണ്ഡലങ്ങളിൽ നിന്ന് കോൺഗ്രസിന് 85,000 വോട്ടിന്റെ ലീഡുണ്ടായിരുന്നു. മഹാദേവപുര വോട്ടെണ്ണിയപ്പോൾ 35,000 വോട്ടിന് BJP ജയിച്ചു. ഈ ഒരൊറ്റ മണ്ഡലത്തിൽ മാത്രം BJPക്ക് അധികം കിട്ടിയത് 1,14,000 വോട്ടാണ്. മഹാദേവപുരയിലെ 6,50,000 വോട്ടുകളിൽ 1 ലക്ഷത്തിലേറെ വോട്ടുകൾ വ്യാജമാണ് എന്നാണ് രാഹുൽ ഗാന്ധി തെളിവ് സഹിതം അവതരിപ്പിക്കുന്നത്. 11,965 ഇരട്ട വോട്ടുകളാണ് അവിടെയുള്ളത്.
വ്യാജവിലാസത്തിലുള്ളത് 40,009 വോട്ടർമാരാണ്. ഫോട്ടോ ഇല്ലാതെ 4,132 വോട്ടർമാരും. ഒറ്റമുറി വിലാസങ്ങളിൽ ചേർക്കപ്പെട്ടത് 10,452 വോട്ടാണ്. ഫോം 6 ദുരുപയോഗം ചെയ്ത് 33,692 വോട്ടുകളും. ഈ വോട്ടുകളുടെ പെരുക്കക്കണക്ക് നോക്കാം. വോട്ടർ പട്ടിക പ്രകാരം 80 പേരുള്ള ഒരു കുടുംബം കഴിയുന്നത് ഒറ്റമുറിയിലാണെന്നാണ് വിവരം. പലർക്കും നിരവധി ബൂത്തുകളിൽ വോട്ടുണ്ട്. 3 സംസ്ഥാനത്ത് വരെ വോട്ടുള്ളവരും നിരവധിയാണ്. 70-80 വയസ്സുള്ളവരെ പോലും കന്നി വോട്ടർമാരായി ചേർത്തിരിക്കുന്നു. ഒരു ബിയർ നിർമ്മാണ കേന്ദ്രത്തിന്റെ വിലാസത്തിൽ ചേർത്തത് 68 കള്ളവോട്ടുകളാണ്. വോട്ടർമാരിൽ ചിലരുടെ പിതാവിന്റെ പേരിന്റെ സ്ഥാനത്ത് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ മാത്രമാണ്. പലരുടെയും വിലാസത്തിൽ വീട്ടു നമ്പറായും സ്ട്രീറ്റ് നമ്പറായും ചേർത്തിരിക്കുന്നത് 0. മഹാരാഷ്ട്രയിലെ 40 ലക്ഷത്തിലേറെ വ്യാജ വോട്ടർമാരാണ് ഉള്ളത് എന്നാണ് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നത്. മഹാരാഷ്ട്രയിലെ വോട്ടർമാരുടെ എണ്ണത്തിൽ 5 വർഷത്തേക്കാൾ വർധന 5 മാസത്തിലുണ്ടായി. മഹാരാഷ്ട്രയിൽ 5 മണിക്ക് ശേഷം പോളിംഗ് ശതമാനം കുതിച്ചുയർന്നു. ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കിടെ വോട്ടർമാരുടെ എണ്ണത്തിൽ കുതിച്ചുചാട്ടമുണ്ടായി എന്നതുകൂടിയാണ് രാഹുൽ പറയുന്ന വിവരങ്ങൾ. ഈ ഇലക്ഷൻ കമ്മീഷൻ ഈ ഡാറ്റയൊന്നും നൽകാൻ കൂട്ടാക്കിയിട്ടില്ലായിരുന്നു. തെളിവുകൾ ഇല്ലാതാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ CCTV ദൃശ്യങ്ങൾ നശിപ്പിക്കുന്നുണ്ട് എന്നുമാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം. കൃത്യമായ കണക്കുകൾ ലഭിക്കുന്ന വോട്ടർ പട്ടികയുടെ ഇലക്ട്രോണിക് ഡാറ്റ നൽകാൻ തയ്യാറായിട്ടില്ല. കടലാസുകൾ ഒത്തുനോക്കി കണക്ക് തയ്യാറാക്കാൻ കോൺഗ്രസ് എടുത്തത് 6 മാസമാണ്. ഇലക്ട്രോണിക് ഡാറ്റ ലഭിച്ചാൽ 30 സെക്കൻഡിൽ വിവരം ലഭിക്കുമായിരുന്നു എന്നാണ് രാഹുൽ ഗാന്ധി വിശദീകരിക്കുന്നത്. ബീഹാർ തെരഞ്ഞെടുപ്പ് ചർച്ചകളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ട് തിരിമറി പലപ്പോഴായി രാഹുൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. വോട്ട് മോഷണ തെളിവുകളുടെ ആറ്റം ബോംബ് കയ്യിലുണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നത്. ഉത്തരവാദിത്വമില്ലാത്ത പ്രസ്താവന എന്ന് പരിഹസിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ വിമർശനത്തെ ആ ഘട്ടത്തിൽ തള്ളിയിരുന്നു. തെളിവുകളുടെ ആറ്റം ബോംബ് പൊട്ടിക്കൂ എന്ന് രാജ്നാഥ് സിംഗിന്റെ വെല്ലുവിളിയും ഉണ്ടായിരുന്നു. പൊട്ടുമ്പോൾ സ്വയം അപകടം പറ്റാതെ രാഹുൽ സൂക്ഷിക്കണമെന്നും പരിഹാസമുണ്ടായിരുന്നു. ഇന്ന് രാഹുൽ ഗാന്ധി തെളിവുകൾ പുറത്തുവിട്ടത് ആറ്റം ബോംബ് പൊട്ടിക്കുന്നു എന്ന മുഖവൂരയോടെയാണ് എന്നതുകൂടി ഈ ഘട്ടത്തിൽ ഓർക്കണം. സനീഷ്, എന്തായാലും ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ആ വിവരങ്ങളെല്ലാം തെളിവ് സഹിതം മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വല്ലാത്ത രോഷമാണ് ഉണ്ടായത്. കാരണം ഈ നിലയ്ക്ക് ഇന്ത്യൻ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നുണ്ടോ എന്നുള്ള സംശയം ന്യായമായും തോന്നുന്ന തരത്തിൽ രണ്ടാമത് കൂടുതൽ ചോദ്യങ്ങൾക്ക് സ്പേസ് ഇല്ലാത്തവണ്ണം കൃത്യമായ ഒരു കണക്ക് രാഹുൽ ഗാന്ധിക്ക് അവിടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ചില ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. കാരണം ഇതിൽ എത്ര പേരാണ് വോട്ട് ചെയ്തു എന്ന് രാഹുൽ ഗാന്ധി ഉറപ്പിച്ചിട്ടുള്ളത് എന്നതടക്കം ഈ വോട്ട് ഇരട്ടിപ്പ് ഒക്കെ സ്വാഭാവികമായിട്ട് ഇത്തരത്തിൽ വോട്ടർ പട്ടികയിലുണ്ടാകും. പക്ഷേ ഇത് അസ്വാഭാവികമായ കണക്കാണ്. അതിൽ എത്ര പേർ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ബാക്കി നിൽക്കുകയാണ്. എങ്കിൽ പോലും ഇത് ഞെട്ടിക്കുന്ന കണക്കുകൾ തന്നെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് അതേസമയം ഇപ്പോൾ ഇംഗ്ലീഷ്, ഹിന്ദി മാധ്യമങ്ങളൊക്കെ ഇതിനോട് സ്വീകരിച്ച ഉദാസീനമായ നിലപാടും നമ്മളെ ഞെട്ടിക്കുന്നതാണ്. എങ്ങനെയാണ് തോന്നുന്നത് ഇപ്പോൾ ഈ വെളിപ്പെടുത്തലിന്? ഇതിപ്പോൾ സമീപകാലത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും ആഘാതശേഷിയുള്ളതും ഏറ്റവും ഡ്രമാറ്റിക് ആയിട്ടുള്ളൊരു ഇടപെടലാണ് രാഹുൽ ഗാന്ധി, കോൺഗ്രസ് ഇതിലൂടെ നടത്തിയത്. ടു പെർഫെക്റ്റ് ആയിരുന്നു. എവിടെയെങ്കിലും ഒന്ന് പാളിച്ചുണ്ട് എന്ന് പറയാൻ പറ്റാത്ത വിധം അതിൻ്റെ എക്സിക്യൂഷനിലാണെങ്കിലും നമ്മൾ ദൃശ്യപ്പെടുന്ന അത് കാണുന്നതിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ തെളിവുകളാണെങ്കിലും ടു പെർഫെക്റ്റ്. എന്തെങ്കിലുമൊക്കെ കുഴപ്പം പറയാനില്ല. അതിൻ്റെ തെളിവ് അത് ടു പെർഫെക്റ്റ് ആയിരുന്നു എന്നതിൻ്റെ കയ്യൊപ്പായി മാറി BJPയുടെ പ്രതികരണം. അപ്പോൾ നോക്കൂ, നേരത്തെ നമ്മൾ കണ്ട കാര്യത്തിൽ എന്താ അവർ പറയുന്നത്? അതായത് നിങ്ങൾ ജയിച്ച സ്ഥലത്ത് നിങ്ങൾക്ക് ഈ പരാതി ഇല്ലല്ലോ എന്നാണ്. അത് വളരെ പരിഹാസ്യമായിട്ടൊരു, അതായത് അവർ ജയിച്ചെടുത്ത് കൂടെ കോൺഗ്രസ് കണക്കെടുത്തിട്ട് കൊണ്ടുപോയി കൊടുക്കണം എന്നാണ് BJP പറഞ്ഞതിനർത്ഥം. എന്ന് വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന ഈ മണ്ഡലത്തിലെ, ബംഗളൂരു സെൻട്രലിലെ ഈ പറയുന്ന നിയമസഭാ മണ്ഡലത്തിലെ കണക്കുകളെക്കുറിച്ച് ഒരു വാക്ക് പറയാൻ BJPക്ക് ഈ ഘട്ടത്തിൽ സാധിച്ചിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ ഘട്ടത്തിൽ സാധിച്ചിട്ടില്ല. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിങ്ങൾ സത്യവാങ്മൂലം തരുമെന്ന് ഇങ്ങോട്ട് ആവശ്യപ്പെടുക ചെയ്തിരിക്കുന്നത്. ടു പെർഫെക്റ്റ്. ഇതിനകത്ത് ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ നമ്മൾ കാണുന്നത് കോൺഗ്രസിൻ്റെ റീ എമർജൻസ് ആണ്. അതിൻ്റെ പല തെളിവുകളിലൊന്നാണ് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമേ ഇല്ല. രാഹുൽ ഗാന്ധിയുടെ ലീഡർഷിപ്പിനെ പറ്റി നമുക്ക് നേരത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ലീഡർഷിപ്പിനെ പറ്റിയും പല ഇടപെടലുകളെക്കുറിച്ചും അദ്ദേഹത്തെ എതിർക്കുന്ന ആളുകൾക്ക് തന്നെയും ഇയാൾ ഉയർന്നു വരികയാണല്ലോ എന്ന തോന്നൽ ഉണ്ടാകുന്ന സംഭവങ്ങൾ നിരവധിയായിട്ട് നേരത്തെ ഉണ്ടായിട്ടുണ്ട്. ഇയാളെ ഇപ്പോൾ ആരും പപ്പു എന്ന് വിളിക്കുന്നില്ല. ഒരു കാലത്ത് പപ്പു എന്ന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികളെല്ലാം പത്രത്തിൽ പോലും അടിച്ച് വന്നിട്ടുണ്ട്. പത്രത്തിൻ്റെ എഡിറ്റ് പേജുകളിൽ പോലും വന്ന ചരിത്രമുണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധി ഇപ്പോൾ ആരും പപ്പു എന്ന് വിളിക്കുന്നില്ല. അതുകൊണ്ട് രാഹുൽ ഗാന്ധി നേരത്തെ തന്നെ ഈ ലീഗിന് മുകളിലേക്ക് ഉയർന്നതാണ്. പക്ഷേ കോൺഗ്രസ് റീഎമർജ് ചെയ്ത് വരുന്നു എന്നും ഞാൻ പറയുന്നതിൻ്റെ കാരണം ഇത് ഒറ്റയൊരാൾ രാഹുൽ ഗാന്ധി ടു പെർഫെക്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്ത് പ്രസൻറ്റ് ചെയ്തു എന്നതൊഴിച്ചാൽ ഇത് രാഹുൽ ഗാന്ധി മാത്രമല്ല ഇത് ചെയ്യുന്നത്. ഒരു ടീം
ഇതിൻ്റെ പിന്നാലെ പോയിട്ട് 6 മാസത്തോളം പണിയെടുത്തിട്ട് വളരെ കൃത്യമായിട്ട് കണക്കുണ്ടാക്കിയിട്ട് വളരെ വിസിബിളാകുന്ന വിധത്തിൽ നല്ല ഫ്രെയിം ഉണ്ടാക്കിയിട്ട് വോട്ട് ചോരി എന്ന് പറഞ്ഞിട്ട് ഒരു ലോഗോ ഉണ്ടാക്കിയിട്ട് അതിന് കീഴിൽ പ്രധാനമന്ത്രിയുടെയും അമിത്ഷായുടെയും പടം വെച്ചിട്ട് ഈ പുറത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗമായിട്ടുള്ള 3 പേരുടെ ചിത്രം വെച്ചിട്ട് എല്ലാം വളരെ ഡ്രമാറ്റിക്കായിട്ടും കൃത്യമായിട്ടും നടത്തി. വളരെ കൃത്യമായിട്ട് എന്തെങ്കിലും മറുപടി പറയാനുള്ളത് നടത്തി. അത് കോൺഗ്രസിൻ്റെ പണിയാണ്. ഇതിപ്പോൾ ആദ്യമായിട്ടല്ല. എന്താണ് അവർ ചെയ്തത്? 16 സീറ്റുകൾ അവർ ഇൻറ്റേർണൽ പോൾ നടത്തിയപ്പോൾ കർണാടകയിൽ 16 സീറ്റ് ലഭിക്കണം എന്ന് അവർക്കുള്ളിൽ കണക്ക് കിട്ടി. പക്ഷേ 9 മാത്രമേ ജയിച്ചുള്ളൂ. അപ്പോൾ അവർ ഉറപ്പായിട്ടും ജയിക്കുന്നില്ല. ആ 9 തന്നെ ഉറപ്പായിട്ടും ജയിക്കുന്നില്ല. 7 സീറ്റുകൾ അവർക്കുണ്ടായിരുന്നു. ആ 7 സീറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സീറ്റ് അവരെടുത്തു. ആ സീറ്റ് സെലക്ട് ചെയ്യാൻ മറ്റു കാരണങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. കാരണം ഈ വോട്ടെണ്ണൽ ദിവസം നിശ്ചയമായിട്ടും 3 തവണയായിട്ട് ആ മണ്ഡലത്തിൽ ജയിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഈ പറയുന്ന അവിടുത്തെ BJP സ്ഥാനാർത്ഥി. എന്താണ്? PC മോഹൻ. മഹാദേവപുരയിൽ PC മോഹൻ 3 തവണ ജയിച്ചയാളാണ്. സിറ്റിംഗ് MP ആണ്. 4ാം തവണയാണ് അദ്ദേഹം മത്സരിക്കുന്നത്. കോൺഗ്രസിൻ്റേത് മൻസൂർ അലി ഖാൻ. ഈ നേതാവ് കോൺഗ്രസിൻ്റെ മൻസൂർ അലി ഖാൻ 3 തവണ MP ആയിട്ടുള്ള ഈ PC മോഹനെ തോൽപ്പിച്ചിട്ട് അദ്ദേഹം അവിടെ ജയിക്കും എന്ന കാര്യം ഏതാണ്ട് ഉറപ്പായിരുന്നു. വോട്ടെണ്ണൽ പോകുമ്പോഴും ആദ്യത്തെ ഉച്ചവരെയുള്ള നേരത്ത് അതുതന്നെയായിരുന്നു സാധ്യത. ആ സൂചനകളെല്ലാം അങ്ങനെയായിരുന്നു. 80,000-ഓളം വോട്ടിൽ ലീഡ് ചെയ്ത് നിൽക്കുകയായിരുന്നു ഉച്ചവരെ. ഏതാണ്ടൊരു 11 മണിവരെയൊക്കെ ആ ഒരു വോട്ടെണ്ണലിൽ അദ്ദേഹം. പക്ഷേ 80,000 വോട്ടുകൾ ലീഡുണ്ടായപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് താഴേക്ക് വരുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെയും മാധ്യമങ്ങളുടെയും കണക്കുകളിൽ മൻസൂർ അലി ഖാൻ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ലീഡ് ചെയ്യുമ്പോഴും ഈ PC മോഹൻ പുറത്തേക്ക് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ വിജയം അങ്ങ് പ്രഖ്യാപിച്ചു. ഞാൻ ഉറപ്പായിട്ടും വിജയിക്കും എന്ന് അദ്ദേഹം അങ്ങ് പറഞ്ഞു. പിന്നീട് ശിവാജി നഗർ, ചാമരാജ്പേട്ട്, CV രാമൻ നഗർ, മഹാദേവപുര, ഇങ്ങനെയാണ് ആ ബംഗളൂരു സെൻട്രലിലെ മണ്ഡലങ്ങൾ. അങ്ങനെ ഈ മഹാദേവപുരം എത്തിയപ്പോഴാണ് നമ്മൾ ഈ പറയുന്ന ഇദ്ദേഹം എന്ന് വിശദീകരിച്ച ഈ കാര്യം സംഭവിച്ചത്. അതായത് 1,14,000 വോട്ടുകൾ ഡ്യൂപ്ലിക്കേഷൻ, ഈ പറയുന്ന ഈ സംശയിക്കാവുന്ന വ്യാജ വോട്ടുകൾ ഏതാണ്ട് അത്ര തന്നെ വലിയ ഭൂരിപക്ഷത്തിനാണ് ഈ പറയുന്നത്. എന്ന് വെച്ചാൽ മഹാദേവപുരയിലെ ഈ ലീഡ് കൊണ്ടാണ് ഈ PC മോഹൻ വിജയിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ കോൺഗ്രസ്സുകാർ അസ്വാഭാവികമാണിത് എന്ന് അപ്പോൾ തന്നെ അവർ വന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അപ്പോൾ PC മോഹൻ പറഞ്ഞത് നിങ്ങൾ ധൈര്യമുണ്ടെങ്കിൽ കോടതിയിൽ പോകൂ എന്നാണ്. അവിടെയാണ് കോൺഗ്രസ് കാണിച്ചിരിക്കുന്ന തന്ത്രം, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ശരിയായ നിലപാട്. ഞാൻ നേരത്തെ പറഞ്ഞ കോൺഗ്രസ് ചിന്തിക്കുന്ന പാർട്ടിയായിട്ട് ആക്ട് ചെയ്തു എന്നതിൻ്റെ കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. ഇന്നിപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമീപിച്ചില്ല? അദ്ദേഹം ഈ വോട്ടുകളുമായിട്ട് PC മോഹൻ അവകാശപ്പെട്ടതുപോലെ കോടതിയുടെ ഭാഗത്തേക്ക് പോയില്ല. അദ്ദേഹം ഇന്ന് വാർത്താ സമ്മേളനത്തിൽ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നേരെ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വന്നു. കൃത്യമായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കണക്കുകളായിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ ജനങ്ങളോടാണ് എനിക്ക് പറയേണ്ടത് എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണെന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ സംവിധാനങ്ങൾ കറപ്റ്റ് ആയിരിക്കുന്നു എന്ന ബോധ്യവും കൂടെ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കുണ്ട്. അതായത് കോടതി വഴി പോയാൽ എന്ത് പരാമർശമായിരിക്കും തനിക്ക് ലഭിക്കുക ഒരുപക്ഷെ എന്ന് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും കണക്ക് കൂട്ടിയിട്ടുണ്ടാകണം. കോടതിയിലേക്കല്ല പോകേണ്ടത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് പോയാൽ എന്താണ് ഉണ്ടാവുക എന്ന് അദ്ദേഹത്തിന് അറിയാം നേരത്തെ. എന്നോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഞങ്ങൾക്ക് തെളിവ് കിട്ടിയിരിക്കുന്നു, ഞങ്ങൾ 6 മാസം കൊണ്ട് കഷ്ടപ്പെട്ട് ഈ തെളിവെല്ലാം ശേഖരിച്ചിരിക്കുന്നു, നിങ്ങളിത് പരിഹരിച്ചു തരൂ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയാൽ ആ സംവിധാനവും കറപ്റ്റാണ്. അതുകൊണ്ട് എന്താണ് സംഭവിക്കുക അദ്ദേഹത്തിന് അറിയാം. ജനങ്ങളോട് വന്ന് പറയണം എന്ന് തീരുമാനിക്കുകയും അത് വളരെ കൃത്യമായിട്ട് വെൽ എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്തു. നല്ല അമിത ആത്മവിശ്വാസമുള്ള BJP എന്ത് ചെയ്തു? PC മോഹൻ പറഞ്ഞു നിങ്ങൾ കോടതിയിൽ പോകൂ. കോടതിയിൽ പോലെ എന്താ ഉണ്ടാവുമെന്ന് PC മോഹനൊരു പക്ഷേ ധാരണ ഉണ്ടാകണം. നിങ്ങൾ എന്ത് ബോംബ് ഇട്ടിട്ട് നിങ്ങളുടെ സ്വന്തം കൈ പോകാതിരിക്കൂ എന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞപ്പോൾ ഇതാ ബോംബ് എന്ന് പറഞ്ഞ് 15 മിനിറ്റ് മുമ്പ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ഈ കാര്യങ്ങളുമായിട്ട് വന്നത്. അപ്പോൾ ഇതിനകത്തുള്ളൊരു കാര്യം, കോൺഗ്രസ് റീഎമർജ് ചെയ്ത് വരുന്നു. രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ ഹീറോയിക്കായിട്ടുള്ള പ്രസൻസ് തെളിയിക്കുന്നു. എന്നാൽ അതുകൊണ്ട് ഇവർ കാര്യങ്ങൾ വഴങ്ങുമോ? കാരണം നമ്മൾ മനസ്സിലാക്കും വിധം ഈ 10 വർഷക്കാലത്തിനകത്ത് ഈ പ്രധാനപ്പെട്ട സംവിധാനങ്ങൾ വല്ലാത്ത തോതിൽ വഴങ്ങിയിട്ടുണ്ട്. ഈ സംവിധാനങ്ങൾക്കകത്ത് BJPയുടെ രാഷ്ട്രീയത്തിൻ്റെ നടത്തിപ്പുകാരായിട്ടുള്ള ആളുകൾ കയറി വന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ ദിവസവും കോടതിയുടെ ഭാഗത്ത് നിന്ന് അസാധാരണമാം വിധം രാഹുൽ ഗാന്ധിക്ക് നേരെ വിമർശനമുണ്ടായി. അപ്പുറത്ത് CPIM എന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിൽ അടിസ്ഥാനമായി വർക്ക് ചെയ്യുന്ന ഒരു പാർട്ടിയോട് നിങ്ങൾ രാജ്യത്തിന് പുറത്തുള്ള കാര്യങ്ങൾ നടപെടരുത് എന്ന് പറയുന്ന ഒരു കോടതി വിധിയുണ്ടായി. അപ്പോൾ നമ്മുടെ സംവിധാനങ്ങൾ കറപ്റ്റായിരിക്കുന്ന കാലത്ത് ജനം, നാട്ടുകാർ, ഇന്ത്യൻസ്, ഭാരതീയർ എന്ന് പറയുന്ന ഒരു സംവിധാനം എന്ന് പറയുന്ന മഹാശക്തിക്ക് മുന്നിലേക്ക് അതികൃത്യമായിട്ട് കാര്യങ്ങളെ പ്രസൻറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി എന്ന് നമ്മൾ കാണണം. അത് ഇന്നല്ലെങ്കിൽ നാളെ അതിന് കാരണമുണ്ടാകും ഹർഷൻ. അതായത് നമ്മളിത് കാണുമ്പോൾ എന്താണ് നമ്മൾ കാണുന്ന PC മോഹൻ തോറ്റ് മൻസൂർ അലി ഖാൻ ജയിച്ചിട്ട് കോൺഗ്രസിൻ്റെ MP അവിടെ പോകേണ്ടതായിരുന്നു. കർണാടക പോലൊരു സൗത്ത് സംസ്ഥാനത്ത് അവിടെ BJPക്ക് ശക്തിയുണ്ട്, ശരി തന്നെ. പക്ഷേ ഇവിടെയാണത് ചെയ്തതെങ്കിൽ നോർത്തിൽ അവരുടെ കേന്ദ്രങ്ങളിൽ അവരെന്തൊക്കെ ചെയ്തിട്ടുണ്ടാകുകയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ BJP വിരുദ്ധമായിട്ടുള്ള രാഷ്ട്രീയ ചിന്തയുള്ള ആളുകൾ, പ്രതിപക്ഷത്തിന് ശക്തി വേണമെന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്താണ്? ഇവരിവിടെ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര മണ്ഡലങ്ങളിൽ ഇത് ചെയ്തിട്ടുണ്ടാകും? ഈ തവണത്തെ മോദിയുടെ വരവ്, പ്രധാനമന്ത്രിയുടെ വരവ്, അദ്ദേഹം ഭരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ മറ്റുള്ള കാര്യങ്ങൾ ചെയ്തിട്ടല്ലേ? യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും ഒരു സർക്കാരല്ലേ ഇപ്പോൾ ഈ രാജ്യത്ത് ഭരിക്കേണ്ടിയിരുന്നത് എന്ന തോന്നൽ കൂടെ ഉണ്ടാക്കാൻ ഉതകുന്ന തെളിവുകൾ അതികൃത്യമായിട്ട്, ടു പെർഫെക്റ്റ് ആയിട്ട് മുന്നോട്ട് വയ്ക്കുകയാണ് അദ്ദേഹം ചെയ്തത്.
റൈറ്റ്. ഇതിനകത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം, ഇത് ഈ വിവരം വന്നതിന് ശേഷം തൊട്ടു പിന്നാലെ ഞാൻ ഓർത്തത് രമേശ് ചെന്നിത്തലയെയാണ്. രമേശ് ചെന്നിത്തല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് അദ്ദേഹം ഇവിടെ കേരളത്തിൽ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ഓപ്പറേഷൻ ട്വിൻസ് എന്ന പേരിൽ ഒരു വെബ്സൈറ്റ് തുറന്ന് ചിലപ്പോൾ ഓപ്പറേഷൻ ട്വിൻസ് എന്ന പേരിൽ, അതായത് വോട്ടർ പട്ടികയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ക്രമക്കേടുകൾ മുന്നിൽ കണ്ടുകൊണ്ട് ഇരട്ട വോട്ടുകൾ, അതൊരു ശ്രമമായിരുന്നു. അതൊരു ശ്രമത്തിൻ്റെ തുടക്കം മാത്രമായിരുന്നു. അതിൽ വേറെ പാളിച്ചകളുണ്ടായി. പക്ഷേ ആ ഒരു തോന്നൽ, ആ ഒരു ചിന്തയുണ്ടല്ലോ, അത് കോൺഗ്രസിൽ ഉണ്ടായത് കേരളത്തിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ ചിന്ത രമേശ് ചെന്നിത്തലയുടെ മനസ്സിലുണ്ടാകുന്നു. അവിടെ പക്ഷേ ഇവർ ഈ വിശാലമായി ദേശീയ തലത്തിലുള്ള ഒരു അട്ടിമറിയെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്. ഇവിടെ പ്രാദേശികമായി ഇരട്ട വോട്ടുകൾ ചേർത്തിട്ടുണ്ടോ, വോട്ട് ഇരട്ടിപ്പ് ഉണ്ടായിട്ടുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ടുള്ള പരിമിതമായ ചില കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു ചിന്തയാണ് അന്ന് വന്നത്. പക്ഷേ അതിനകത്ത് ഈ പാളിച്ചകളുള്ളത് കൊണ്ട് തന്നെ അത് വലിയ ചർച്ചയാകാതെ പോയി. കാരണം ഏതാണ്ട് 30,000 മുകളിലേ ഉണ്ടായിരുന്നുള്ളത് 4 ലക്ഷമായി ആ ഓരോ വോട്ടിരട്ടിപ്പിനെ അവതരിപ്പിച്ചു എന്നതാണ് പിന്നീട് അതേക്കുറിച്ച് വന്ന ഒരു പ്രതിരോധം. അതിൽ ഈ രമേശ് ചെന്നിത്തലയുടെ ഈ വാദങ്ങൾ വീണുപോവുകയും ചെയ്തു. പക്ഷേ അതിനുശേഷം ഇപ്പോൾ ഇത് അതിനേക്കാൾ കൃത്യമായി ദേശീയ തലത്തിൽ ഇങ്ങനെയൊരു സാധ്യത ഉണ്ടാവാൻ എല്ലാ ലക്ഷണങ്ങളും ഉള്ളപ്പോൾ, അത് 2 സാധ്യതയാണ്. ഒന്ന്, EVM വോട്ടർ മെഷീനിലുള്ള അട്ടിമറി. രണ്ടാമത്തേത് ഇതുപോലെ വോട്ടർ പട്ടികയിൽ തന്നെ വോട്ടർമാരെ പുതുതായി ചേർത്തുകൊണ്ടോ മറ്റേതെങ്കിലും തരത്തിൽ അട്ടിമറിച്ചുകൊണ്ടോ വ്യാജ വോട്ടർമാരെ എത്തിച്ചുകൊണ്ടോ ഒക്കെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാകുമോ എന്നുള്ള ചിന്തയിൽ അവർക്ക് എത്താൻ കഴിഞ്ഞത് ഒരു പക്ഷേ ഈ ഒരു പ്രോസസ്സിൻ്റെ ബാക്കി കൊണ്ടായിരിക്കും. അതിലൊരു കാര്യമുണ്ട് സനീഷ്, ഇപ്പോൾ നമ്മൾ ഓർത്തെടുക്കേണ്ടത്, തമിഴ്നാട് ഇപ്പോൾ ആരോപിക്കുന്നുണ്ട് അവിടെ 7 ലക്ഷം ഇതര സംസ്ഥാനക്കാരെ വോട്ടർമാരായി ചേർത്തിരിക്കുന്നു വളരെ പെട്ടെന്ന്. അതെങ്ങനെ അവിടെ വന്നു എന്നുള്ളത് സംബന്ധിച്ചുള്ള ചർച്ച ഇപ്പോൾ തമിഴ്നാട്ടിൽ നടക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ രാഹുൽ ഗാന്ധി അവതരിപ്പിച്ച ഈ വാദങ്ങൾക്ക് കൂടുതൽ കനമേറും. കാരണം ഇതിങ്ങനെ ഒരു സംഗതി രാജ്യത്തെമ്പാടും പലതരത്തിൽ നടക്കുന്നു. മറ്റൊന്ന്, ലോകത്ത് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു സംവിധാനവും ഈ രാജ്യത്തെ എല്ലാ സീറ്റുകളും അങ്ങ് ജയിച്ചേക്കാൻ തീരുമാനിക്കില്ല. ഈ സംബിത് പാത്രയുടെ പരിഹാസ്യമായ വാദങ്ങൾ തകരുന്നത് അങ്ങനെയാണ്. കാരണം ഇപ്പോൾ തെലങ്കാന അവർക്ക് വേണ്ടെന്നങ്ങ് തീരുമാനിച്ചാൽ പോരെ. അല്ല, ഈ ചോദ്യം വരുന്നപ്പോൾ കർണാടകയിൽ തന്നെ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കണ്ടല്ലോ എന്നാണ് വിജയേന്ദ്ര ചോദിച്ചത്. പക്ഷെ അവർക്ക് അതല്ല ലക്ഷ്യം. ആ തെരഞ്ഞെടുപ്പിലെ ലക്ഷ്യം എന്ന് പറയുന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ്. ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ 25 സീറ്റാണ് എന്നത് വ്യക്തമായി രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത്. മറ്റാർക്കും ബുദ്ധിയില്ല. അതാണ്. അതായത് അത് മാത്രമല്ല, പിന്നെ എല്ലായ്പ്പോഴും രാഹുൽ ഗാന്ധി ഒരു വാദം മുന്നോട്ട് വെച്ചാൽ അതിനെ നിസ്സാരവൽക്കരിച്ച് നാടകീയമായി അങ്ങനെ അതിനെ ഈ കൂമ്പടച്ച് കളയുന്ന പരിപാടി ഇവർക്ക് ഉണ്ട്. അത് സത്യമാണ്. BJPക്ക് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന മറ്റുള്ളവർക്കുണ്ട്. അതിൽ ഒന്നാമത് നിൽക്കുന്ന കക്ഷിയാണ് സംബിത് പാത്ര. തീർത്തും തെറ്റായ പരിഹാസ്യമായ വാദങ്ങളൊക്കെ അവതരിപ്പിച്ച് എല്ലാ മാധ്യമങ്ങളിലൂടെയൊക്കെ അവതരിപ്പിച്ച് ഇതിന്റെ ഗൗരവം ചോർത്തിക്കളയുക. ഇതാണ് സംബിത് പാത്ര സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി. ആ നിലയ്ക്ക് തന്നെയാണ് ഇതിനെയും മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. ഒരു പക്ഷേ അവർ വിജയിച്ചേക്കാം. അത് നമ്മൾ ഈ നിമിഷം പറയണമല്ലോ. കാരണം ഇതിപ്പോൾ രാഹുൽ ഗാന്ധി വളരെ കൃത്യമായി ഈ ഒരു കണക്കൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ കണക്ക് അവതരിപ്പിക്കുമ്പോൾ അതിനകത്തുണ്ടായിരിക്കുന്ന ഒരു പെയിൻ എന്ന് പറയുന്നത്, ഇതിനു വേണ്ടിയുള്ള ഒരു പെയിൻ എന്ന് പറയുന്നത് നമ്മൾ നിസ്സാരമായി കാണരുത്. കാരണം ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിന് ഒരു തരത്തിലും പറ്റാത്ത രീതിയിലാണ് ഇലക്ഷൻ കമ്മീഷൻ ഈ ഡേറ്റ കൊടുക്കുക. കാരണം അത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഫോട്ടോ ആയിട്ടോ PDF ഫോർമാറ്റിലോ ഒക്കെ കൈമാറുമ്പോൾ ഇത് വേറൊരു തരത്തിൽ ഒരു സാങ്കേതികമായി വളരെ പെട്ടെന്ന് ഇത് സ്കാൻ ചെയ്തെടുത്തിട്ട് ഇതിൽ ഇത്രയുണ്ട് എന്ന് പറയാവുന്ന ഒരു സ്ഥിതിയില്ല. ഇതുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിദഗ്ധരോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അവരെല്ലാം പറയുന്നത് ഇത് സങ്കീർണമായ ഒരു പ്രക്രിയയായിരുന്നു. 300 കിലോ ഉള്ള ഈ 7 അടി പൊക്കത്തിലുള്ള കടലാസ് കൂനയിൽ നിന്ന് ഓരോന്ന് ചികഞ്ഞ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത് ഒരു നിയമസഭാ മണ്ഡലത്തിലെ. ഈ ഒരു നിയമസഭാ മണ്ഡലത്തിലെ മാത്രം കാര്യമല്ല കേട്ടോ. ഇതിൽ ഒരു വോട്ടറുടെ കാര്യം വിശദമായി അന്വേഷിച്ച് പോകുമ്പോൾ അയാൾക്ക് 4 സംസ്ഥാനത്ത് വോട്ടുണ്ട്, 4 സ്റ്റേറ്റുകളിൽ വോട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ്, അതായത് അങ്ങനെ ഒരു വോട്ടർ ഉണ്ടോ എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. പിന്നെ ഇതെല്ലാം തുടങ്ങുന്നത് എവിടെ നിന്നാണെന്നറിയാമോ? അതുകൂടി നമുക്ക് പറയാതെ പോകാൻ കഴിയില്ല. കോൺഗ്രസിന്റെ സംഘടനാ ദൗർബല്യത്തിൽ നിന്ന് കൂടിയാണ്. ഇപ്പോൾ കേരളത്തിൽ ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. ഇപ്പോൾ VS സുനിൽകുമാർ പറഞ്ഞു തൃശ്ശൂരിലും ഇത്തരത്തിലുള്ള ചില അട്ടിമറികളൊക്കെ നടന്നിട്ടുണ്ടാകാമെന്ന്. ഏതെങ്കിലും തരത്തിലുള്ള സാധ്യത അങ്ങനെ ഉണ്ടോ എന്നുള്ളത് തീർച്ചയായും പരിശോധിക്കപ്പെടട്ടെ. പക്ഷേ കേരളത്തിൽ അത്ര പെട്ടെന്ന് ഇത്തരത്തിൽ ഒരു വോട്ടർ പട്ടികയെ അട്ടിമറിക്കാൻ കഴിയില്ല. അതിന് കാരണം ഇപ്പം ഞാൻ ബൂത്ത് ഏജന്റായി ഇരുന്നിട്ടുള്ള ആളാണ്. നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? വോട്ടർ പട്ടിക പഠിക്കുക എന്നുള്ള പരിപാടിയാണ്. ഇരിക്കുമ്പോൾ അല്ല, അതിനു മുമ്പ് പഠിച്ചു തുടങ്ങണം. അതായത് വോട്ടർ പട്ടിക പഠിക്കുക എന്നുള്ളത് ഇവിടുത്തെ ഒരു സംഘടനാ ഏർപ്പാടാണ്. ഇവിടെ CPM-ന് കൃത്യമായി ഒരു ചിട്ടയായ സംഘടനാ സംവിധാനം താഴെത്തട്ടിലുള്ളതുകൊണ്ട് അവർ പഠിക്കും. അതുകൊണ്ട് തന്നെ അപ്പുറത്ത് കോൺഗ്രസും പഠിക്കും. കേരളത്തിലെ രീതി അതാണ്. കേരളത്തിൽ താഴെത്തട്ടിൽ വേറെ സംഘടന കോൺഗ്രസിനും ഓരോ വീട്ടിലും അവിടെയുള്ള ആളുകളെയും അറിയാം. അത് കൃത്യമായി ഇരുന്ന് പഠിക്കും. ഇത് ഇന്ത്യയിൽ മറ്റിടങ്ങളിൽ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം കോൺഗ്രസിന്. ഇപ്പോൾ കർണാടകത്തിൽ ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ബാംഗ്ലൂർ നോർത്തിൽ ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ കാരണം കോൺഗ്രസിൻ്റെ ഒരു സംഘടനാ ശേഷിയില്ലായ്മ
കൂടിയാണ്. കാരണം അവിടെ ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് ഒരു ആൾക്കൂട്ട ഉത്സവമായി വന്ന് അങ്ങനെ അങ്ങ് വോട്ട് ചെയ്തു പോകുന്നു, എവിടുന്നോ വരുന്നു വോട്ട് ചെയ്തു പോകുന്നു എന്നുള്ള രീതിയാണ്. കേരളത്തിലെ പോലെയല്ല. കേരളത്തിൽ ഓരോ വോട്ടറേയും മുഖത്ത് നോക്കി. ഇവിടെ കേരളത്തിൽ കള്ളവോട്ട് വിവാദം ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ആളെ അറിയാം. ആ ബൂത്തിലിരിക്കുന്ന ആൾക്ക് അറിയാം. ബൂത്തിലിരിക്കുന്ന ആളെ അറിയാം. സനീഷ് അല്ല ഇത് എന്നവർ പറയും. ആ പരിമിതമായ വോട്ടുകളെ കള്ളവോട്ട് എന്നുള്ള നിലയ്ക്ക് ഇവിടെ വരാൻ പറ്റുള്ളൂ. കാരണം അത് പിടിക്കപ്പെടും. ഇത് ഈ പ്രക്രിയയിലാണ് കോൺഗ്രസ് ഇനിയും കൂടുതൽ ആർജവത്തോടെ ഏർപ്പെടേണ്ടത്. കാരണം ഈ വോട്ടർ പട്ടിക പഠിക്കുക, സംഘടനാപരമായി കൂടുതൽ ശക്തി ആർജിക്കുക, എന്നിട്ട് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുക. ഇതിപ്പം നേരിടാൻ പോകുന്ന വലിയ പ്രതിസന്ധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിൽ ആദ്യം രാഹുൽ ഗാന്ധിയെയോ കോൺഗ്രസിനെയോ കൊടുക്കാനായിരിക്കും ഇനി ആദ്യം നോക്കുക. അല്ലെങ്കിൽ ഇതിനെല്ലാം ആദ്യഘട്ടത്തിൽ തള്ളിക്കളയാനായിരിക്കും നോക്കുക. പക്ഷേ തിരിച്ചു കൊണ്ടുവരും. പക്ഷേ അതത്ര എളുപ്പമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു ബിയർ പാർലറിൻ്റെ, ഒരു ബിയർ ഉൽപ്പാദന കേന്ദ്രത്തിൻ്റെ മറവിൽ 68 വോട്ടുകൾ അവിടെ ഉണ്ടെന്ന്. ഒരു 80 വോട്ടുള്ള വീട് അന്വേഷിച്ച് ചെല്ലുമ്പോൾ അവിടെ ഒറ്റ മുറിയാണ്. ആ അന്വേഷിച്ച് ചെന്നവരെ തല്ലി ഓടിച്ചു. അതും രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. കോൺഗ്രസ് പ്രവർത്തകർ അവിടെ പോയി ഇവിടുത്തെ ആരാണ് ഈ വോട്ടർമാർ, ഇവിടെയുള്ള ഈ 80 പേരെന്ന് അന്വേഷിച്ച് ചെല്ലുമ്പോൾ അവിടെ നിന്ന് ആളുകൾ തല്ലി ഓടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ രീതി അത് സംഘടിതമായി ആസൂത്രിതമായി തന്നെ നടപ്പാക്കിയ ഒരു കുറ്റകൃത്യമാണ്, ജനാധിപത്യത്തിൻ്റെ അട്ടിമറിയാണ്. ഇതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ നാണം കെടും എന്നുള്ളത് കൂടിയാണ്. ഈ കാഴ്ച ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ നാണം കെടുത്തും. അത് ഒറ്റ കാര്യം. അതായത് ഈ അയാമെ ട്രോൾ എന്ന് പറയുന്നൊരു പുസ്തകം ഓർമ്മയുണ്ടല്ലോ. അതായത് ഈ ഫേക്ക് അക്കൗണ്ടുകൾ ഉപയോഗിച്ചിട്ടാണ് BJP അവരുടെ സൈബർ സാന്നിധ്യം അതുവഴി പിന്നീടുള്ള വലിയ വോട്ടിലേക്കുള്ള പരിണാമം വരുത്തിയതെന്ന് ഒരുപാട് പഠനങ്ങൾ വന്നിട്ടുണ്ട്. അത് സോഷ്യൽ മീഡിയയിലെ ഫേക്ക് അക്കൗണ്ടുകൾ ഇപ്പം നമുക്ക് കാണാം. ഇപ്പോൾ മറ്റു പാർട്ടികളെല്ലാം അത് ഏറ്റെടുത്തിട്ടുണ്ട്. ഫേക്ക് അക്കൗണ്ടുകളാണെങ്കിൽ ഇപ്പോൾ ഫേക്ക് വോട്ടർമാരിലേക്ക് എത്തിയിരിക്കുന്നു. അതുവഴിയാണ് വിജയിപ്പിക്കാൻ പോകുന്നത്. അതിൻ്റെ ഭാഗമാണോ ഇപ്പോൾ ബീഹാറിലൊക്കെ നടക്കുന്ന കാര്യം എന്ന് പോലും നമുക്ക് ഭയപ്പാട് തോന്നും. കേരളത്തിലുള്ള ആളുകളടക്കം, അതായത് ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികളടക്കം അങ്ങേയറ്റം സൂക്ഷ്മതയോടെയും ജാഗ്രതയോടെയും മുൻകാലങ്ങളിൽ ഇല്ലാത്ത വിധം തുറന്ന കണ്ണുകളുമായിട്ട് കാര്യങ്ങളെ നോക്കേണ്ടതൊരു കാലമാണ് എന്നതാണ് കൂടിയാണെങ്കിലുള്ള കൂടുതൽ സുതാര്യമായി കാര്യങ്ങളെ അവതരിപ്പിക്കാൻ ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർബന്ധിതരാകും എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. ഒറ്റ മുറി വീട്ടിൽ 50 വോട്ടർമാർ, ബിയർ പാർലർ വിലാസത്തിൽ 68 വോട്ടർമാർ, 70 വയസ്സുള്ള കന്നി വോട്ടർ, 4 ബൂത്തിലും 3 സംസ്ഥാനത്തും വരെ വോട്ടുള്ളവർ. രാഹുൽ ഗാന്ധി ഇന്ന് രാജ്യത്തിന് മുന്നിൽ തെളിവ് രേഖകളോടെ തുറന്നുവച്ച വ്യാജ വോട്ടുകളുടെ പെരുക്കക്കണക്കിലെ വിചിത്രമായ ചില വിവരങ്ങൾ മാത്രമാണിത്. ഇവിധമെല്ലാം ലക്ഷക്കണക്കിന് ആവർത്തനങ്ങളുണ്ട് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ വോട്ടർ പട്ടികയിലെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. വെളിപ്പെടുത്തലിൻ്റെ ആധികാരികത എത്രത്തോളമാണ് എന്ന് ഈ നിമിഷം RDXന് അറിയില്ല. പക്ഷേ വോട്ട് മോഷണത്തിൻ്റെയും അട്ടിമറിയുടെയും ഒരു ബൃഹത് ചിത്രമാണ് ഒറ്റ നോട്ടത്തിൽ വെളിപ്പെടുന്നത്. രാജ്യത്തെ ദേശീയ മാധ്യമങ്ങളെല്ലാം അങ്ങേയറ്റം ആഘാതശേഷിയുള്ള ഈ വെളിപ്പെടുത്തലിനെ പാടെ അവഗണിച്ചു. ഇക്കാലത്ത് അതിൽ അത്ഭുതമൊന്നുമില്ല. പക്ഷേ നമ്മളെല്ലാം ഞെട്ടിപ്പിച്ച ഈ ആരോപണങ്ങൾ ജനാധിപത്യപരവും നിയമപരവും ഭരണഘടനാ ധാർമ്മികവുമായ സ്ക്രൂട്ടനിക്ക് വിധേയമാക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന് RDX ഉറച്ചു വിശ്വസിക്കുന്നു. അവഗണിച്ചില്ലാതാക്കാൻ സർക്കാർ ശ്രമമുണ്ടായാൽ അതിനെ പ്രതിരോധിക്കാനുള്ള പ്രതിപക്ഷ പ്രവർത്തനം നടത്തേണ്ടത് കോൺഗ്രസ് പാർട്ടിയുടെയും പ്രതിപക്ഷത്തിൻ്റെയും ഒന്നാകെ കടമയാണെന്നും RDX കരുതുന്നു.